അതെ, ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. മോർണിംഗിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കാണുന്നത്. ചേച്ചി ഓൾറെഡി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കുമായിരുന്നു. ചേച്ചി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണെങ്കിൽ എൽസിക്കുട്ടനാണെങ്കിൽ അന്ന് യൂണിഫോം ഇട്ടിട്ട് പോകണ്ട, തിരിച്ചു വരുമ്പോൾ മതി യൂണിഫോം എന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അമ്മ ഒരു കൈ അവളുടെ തലമുടി ഒന്ന് കെട്ടി നോക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ഏറ്റെടുത്തിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കോ കെട്ടാൻ അറിയത്തില്ല, പിന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കൊടുക്കാൻ ഒട്ടും അറിയത്തില്ല. എന്നാലും ഒരു വിധത്തിൽ അവൾക്ക് രണ്ട് സൈഡിലും കൊമ്പൊക്കെ കെട്ടി കൊടുത്തു. ഇവർക്ക് എങ്ങനെ കെട്ടണം എന്നുള്ളതുണ്ട്, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കണമല്ലോ. കൊച്ച് രാവിലെ ആയതുകൊണ്ട് ഉറക്കം തൂങ്ങുക കേട്ടോ. ഏകദേശം സമയം 6 മണി 6:15 സമയമാണ് കേട്ടോ. പാവം അത് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഒരു വിധത്തിലാണ് കുത്തിപ്പൊക്കി രണ്ടിനെ എടുക്കുന്നത്. നല്ല പാടാണ് കേട്ടോ പിള്ളേർ സ്കൂളിൽ വിടാനായിട്ട്, എഴുന്നേക്കത്തില്ലാതെ. അപ്പോൾ കെട്ടിയത് ശരിയായില്ല എന്ന് പിന്നെ അമ്മ പറയണ്ടായി. പിന്നെ രാവിലെ അമ്മ അവർക്കുള്ള ടിഫിൻ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ അവർക്ക് ഉണ്ടാക്കി വെച്ച ടിഫിൻ. അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ചതാണേ. അപ്പോൾ ഞാനും രണ്ടാമത്തെ ചേച്ചിയും എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മോളെയും മോനെ സ്കൂളിൽ വിടാനായിട്ട് കേട്ടോ. അപ്പോൾ സ്റ്റൂ ഒക്കെ അമ്മ പാക്ക് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അവരുടെ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ. ചില ദിവസങ്ങളിൽ ഇതിലും കഷ്ടമായിട്ടുള്ള ഒരു പോക്കാന്നാണ് അമ്മ പറയുന്നത്. കാരണം ഇവർ എഴുന്നേക്കത്തില്ല എത്ര വിളിച്ചാലും. അങ്ങനെ പിന്നെ മോള് സോക്സൊക്കെ ഇട്ട് സെറ്റപ്പ്. അമ്മയ്ക്ക് എത്ര നോക്കിയിട്ട് മുടി തൃപ്തിയാവുന്നില്ല, ശരിയായില്ല എന്നുള്ള പറച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അവർ വേറൊന്നും കഴിച്ചിട്ടൊന്നും പോകില്ല. ഒരാൾ കാപ്പിയും ഒരാൾ പാലും മാത്രമേ കുടിച്ചിട്ട് പോവുള്ളൂ, വേറൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും എൽസു യൂണിഫോമൊക്കെ ഇട്ടാൽ വന്നത്. അപ്പോഴാണ് മറിയാമൊക്കെ എഴുന്നേറ്റ് സന്തോഷമായി കേട്ടോ. മറിയത്തിന് ഒത്തിരി സന്തോഷമായി കുഞ്ഞേച്ചീനെ കണ്ടപ്പോഴേക്കും. ആ ഒരു